الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا حسنى لنا مددا الرحمن الرحيم يا الله سبحانه وتعالى അവൻ്റെ അനുഗ്രഹം അല്ലാഹു മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ അനുധാവനം ചെയ്ത സഹാബത്തുൽ കിറാം നന്മയുടെ മുഴുവൻ വാഹകരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം അല്ലാഹു സദാ വർഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തത്സമയം സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ നാഥൻ എല്ലാവരെയും പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നിറവേറ്റി തരുമാറാകട്ടെ. അല്ലാഹു മനസ്സിൻ്റെ വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുആ കൊണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ ആരെല്ലാം വസിയത്ത് ചെയ്തിട്ടുണ്ടോ അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകൾ ചൊല്ലി തീർത്ത മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, 1,00,000-ഓളം ദിക്റ് ചൊല്ലി തീർത്ത ഷാഹുൽ ഹമീദ് എന്ന പിതാവിൻ്റെ ഭാര്യ റാവ എന്ന മാതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹു അത് പരിപൂർണമായി അള്ളാഹു കബൂലാക്കി അവരുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ ദിക്റിൻ്റെയൊക്കെ പോരിശ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരിലേക്കും അത് ഹദിയ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കാൻ, അവർ ചൊല്ലിത്തീർത്ത ലക്ഷക്കണക്കിന് വരുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ അള്ളാഹു ഒരു സബബാക്കി നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അൽ അമീനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സലാം കൊണ്ട് പലരും സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അമീൻ എന്ന സഹോദരൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം മരണപ്പെട്ടു പോയ സഹോദരന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ആ സഹോദരന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെരീഫ എന്ന സഹോദരി ഖൈറായ ഭവനം എത്രയും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കയറി കടക്കാനുള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹു ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരി ചൊല്ലിത്തീർന്ന 3000-ഓളം വരുന്ന സ്വലാത്തുകൾ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ആ സ്വലാത്തിൻ്റെയൊക്കെ പോരിശ കൊണ്ട് അവരുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തആല അവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റുകയും ഖൈറായ ഭവനം എത്രയും പെട്ടെന്ന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സുഹറ അലിയാർ എന്ന ദമ്പതികൾ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. സുലേഖ എന്ന സഹോദരി നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. സുലേഖ എന്ന സഹോദരി ഏത് ജില്ലയിൽ നിന്നാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് അറിയിക്കുക. പലപ്പോഴും ആ സഹോദരി അറിയില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മുടെ എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് അറിയാൻ കഴിയുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മയൊക്കെ കബൂലാക്കി അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ, പലരുടെയും നിയ്യത്തുകൾ പല വിഷയങ്ങളാണ്. പലരും പല ദുആ വസിയത്തുകൾ, 100,000-ഓളം ദിക്റുകൾ ചൊല്ലിത്തീർത്ത മാതാവ് റാവുവ എന്ന മാതാവ് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിയുവിൻ്റെ പരമാവധി എല്ലാവരും ഓരോ ദിവസവും ദിക്റുകൾ ചൊല്ലി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മളെല്ലാവരും ഒരുമിച്ച് ചൊല്ലുമ്പോൾ അതിലേതെങ്കിലും ഒരു ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകും. അതിലൊരു സംശയമില്ല. ആരുടെയെങ്കിലും ഒരു ആമീൻ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഷാഹുൽ അമീൻ എന്ന പിതാവും അവരുടെ ഭാര്യയും ഷെരീഫ എന്ന സഹോദരി അൽ അമീൻ അടക്കം സലീന അൻസാരി എന്ന മാതാവടക്കം പലരും എല്ലാ ദിവസവും ആയിരക്കണക്കിന് 10,000-കണക്കിന് ദിക്ർ, സ്വലാത്ത്, ഇഖ്ലാസ്, മുഅവ്വദത്തൈനിയൊക്കെ ഓതി ഹദിയ ചെയ്യുന്നവരാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുയുടെ കുടുംബങ്ങൾ മരണപ്പെട്ടു പോയവരിലേക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുത്ത ഖബറിടം അള്ളാഹു സ്വർഗീയ ആരാമം പോലെ അള്ളാഹു ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അദാബുകളെയും തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു ഹലീം എന്ന മാതാവിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി കഴിയുന്നവരൊക്കെ ചെല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തമ്മിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. നാം കണ്ടിട്ടില്ലാത്ത ഒരു സോഷ്യൽ മീഡിയയുടേതായ പിന്നാമ്പുറങ്ങളിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നവർ, ആമീൻ പറയുന്നവർ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുമ്പോൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. നാം പറയാതെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ, ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. അള്ളാഹു നമ്മുടെ സൗഹൃദങ്ങൾ സ്വർഗത്തിലേക്കുള്ളതാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ദുആ കൊണ്ട് ഇനി പ്രതിരോധമുണ്ട്. കാരണം ഫലസ്തീനിന്റെ മണ്ണിൽ കരയുന്ന എത്ര നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്, ഫലസ്തീനിന്റെ മണ്ണിൽ കരയുന്ന സഹോദരങ്ങൾ. നാം അവരുടെ വേദനയിൽ നാം പങ്കാളികളാകണം. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കപ്പെടണം. അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. ഇസ്രായേലിന്റെ കുതന്ത്രങ്ങൾ അത് തകർന്ന് തരിപ്പണമായിട്ട് ഫലസ്തീനിന്റെ മണ്ണിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ മുഖത്ത് പുഞ്ചിരി കാണുന്ന ദിനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ ദുആ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടിയായി മാറട്ടെ.
അള്ളാഹുയുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. എത്രത്തോളം ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് ഇപ്പോൾ ഫലസ്തീൻ കൊടുത്തിരിക്കുന്നത്. അത് ഇസ്രായേലിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അവർക്ക് ഒരു കാരണവശാലും അവർ ക്ഷമിക്കാത്ത അവസ്ഥയിലാണ്. കാരണം ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുമ്പോൾ അവരുടേതായ അതിർത്തികളിലേക്ക് ഒരു പക്ഷി പറന്നിറങ്ങിയാൽ അതിനെപ്പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, സൂക്ഷ്മമായി വീക്ഷിക്കാൻ കഴിയുന്ന ടെക്നോളജികൾ, സംവിധാനങ്ങളുള്ള ഇസ്രായേലിന്റെ ആ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ടാണ് ഫലസ്തീനിലെ നമ്മുടെ സൈന്യം ഇസ്രായേലിൻ്റെതായ മണ്ണിലേക്ക് കാലുകുത്തിയത്. എത്രത്തോളം ശക്തമായ ഒരടിയാണ് അവർ ആഞ്ഞു വീശിയിരിക്കുന്നത്. ചിന്തിച്ചു നോക്കണം. എന്തിനു വേണ്ടിയാണ്? അക്രമം അഴിച്ചുവിടാനല്ല, പിറന്ന നാട്ടിലൊന്ന് കിടന്നുറങ്ങാൻ, ഒന്ന് സമാധാനത്തോടെ മരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് സമ്മതിക്കുന്നില്ല ഇസ്രായേൽ. ഏതാണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഏതാണ്ട് 5-10% ഒരു ഭാഗമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യ ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് പുഞ്ചിരിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ഇസ്രായേലിൽ നിന്ന് ശക്തമായി തിരിച്ചടിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇരുട്ടിൻ്റെ ശക്തി. ഇവിടെ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അമേരിക്ക ഏതാണ്ട് ഇസ്രായേലിൻ്റെതായ ഒഫീഷ്യലായിട്ടുള്ള അറിവ് വന്നിട്ടുണ്ട്. 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ തുടച്ചു മാറ്റും. ഫലസ്തീനിലെ സഹോദരങ്ങളെ, ആ ഒരു രാജ്യത്തെ തന്നെ അവർ തുടച്ചു മാറ്റിക്കളയും, ക്ലീൻ ചെയ്ത് കളയുമെന്ന ഒരു പബ്ലിക്കായ ഒരു ഒഫീഷ്യലായി അവരറിയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിൻ്റെ മണ്ണിലേക്കാണ് ഫലസ്തീനിൻ്റെ സൈന്യം പാരച്യൂട്ടുകളിൽ ചെന്നിറങ്ങുന്ന വാർത്തകൾ നാം കണ്ടത്. അവർ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ്. കല്ലും കമ്പും കവണയും കൊണ്ട് ഈമാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പാവങ്ങളായ കുഞ്ഞുങ്ങളും ആളുകൾ മുഴുവനും ചീറി വരുന്ന പീരിങ്കയുടെ മുമ്പിലേക്ക് നിന്നുകൊണ്ട് അവര് ചെറുത്തു നിൽക്കുന്നത്, പൊരുതുന്നത്, പോരാടുന്നത് സ്വന്തം ജീവന് വേണ്ടി, ജനിച്ച നാട്ടിലൊന്ന് ജീവിച്ചു മരിക്കാൻ. ശത്രുക്കളുടെ മുമ്പിലേക്ക് ഈമാനോടുകൂടി, അടിയുറച്ച ഈമാനോടുകൂടി, മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ശത്രുവിൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനും അവരോടൊപ്പം സന്ധിയില്ലാ സമരം ചെയ്യാൻ പോലും തയ്യാറാകുന്ന ഫലസ്തീനിലെ മക്കൾ, അല്ലാഹു തആല അവർക്ക് ശക്തി പകരുമാറാകട്ടെ. എത്ര വലിയ ശക്തികളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ അവർ തകർത്ത് തരിപ്പണമാക്കും. അതാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനപ്പടയെ വെറും കുഞ്ഞു കുരുവികളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രം പറയാനുണ്ട് നമുക്കെങ്കിൽ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വിജയം വരിക തന്നെ ചെയ്യും. ഇസ്രായേലിൻ്റെ അധപ്പതനം, തകർച്ചകൾ നാം കാണുക തന്നെ ചെയ്യും. കണ്ടിട്ടേ ഈ ലോകം അവസാനിക്കുകയുള്ളൂ. എപ്പോഴും ചോദിക്കും, ഇമാം മഹ്ദി വരാറായില്ലയോ, ഇമാം മഹ്ദി വരാറായില്ലയോ എന്ന ചോദ്യങ്ങളാണ്. ഇനി ലോകം കാത്തിരിക്കുന്ന അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ലോകത്തിന് ഇനി അധികം ആയുസ്സില്ല എന്നതിൻ്റെ അർത്ഥം തന്നെയാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ. ശക്തമായ യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പ്രഖ്യാപിച്ചു 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം മുഴുവനും ക്ലീനാക്കി കളയുമെന്നാണ്. അവിടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളെ മുഴുവനും കൊന്നൊടുക്കി കളയുമെന്നാണ്. പക്ഷേ യുദ്ധം കൊണ്ട് ലോകത്തൊന്നും നേടാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് വേദനയുണ്ട്, നിരപരാധികൾ കൊല്ലപ്പെടും. അത് ഇസ്രായേലിൻ്റെ മണ്ണിലുള്ള നിരപരാധികളായ ആളുകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലപ്പെടുമ്പോഴും നമുക്ക് വേദനയുണ്ട്. പക്ഷെ ആളുകൾ ഇസ്രായേലിൻ്റെതായ മണ്ണിലേക്ക് നമ്മുടെ സൈന്യം ഇറങ്ങിച്ചെന്നിട്ട് ഇസ്രായേലിൻ്റെതായ ആ മണ്ണിൽ ജനിച്ചു നടന്ന മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഫലസ്തീൻ ചെയ്യുന്നത് അക്രമമാണ് എന്ന് ആളുകൾ പറയുമ്പോഴും ഫലസ്തീനിന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ എത്ര ഫലസ്തീനിലുള്ള സഹോദരങ്ങളെയാണ് ഇസ്രായേലിൻ്റെ സൈനികർ കൊന്നൊടുക്കി കളഞ്ഞത്. അപ്പോഴാർക്കും പറയാൻ കഴിയുന്നില്ല ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റായിരുന്നു എന്ന്. ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നും ഫലസ്തീനിന്റെ സൈന്യം ഇസ്രായേലിലേക്ക് ഇറങ്ങിയപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ചെന്നത് എന്തിനാണ് ഫലസ്തീൻ എന്ന് ചോദിക്കുന്നു. എന്തേ ഫലസ്തീനിൽ ജനിച്ച ആളുകൾക്ക് വിലയില്ല? ഇസ്രായേലിലെ ആളുകൾക്ക് മാത്രമാണോ വിലയുള്ളത്? ചരിത്രം വിശാലമാണ്. ആർക്കും പഠിച്ചാൽ അറിയാൻ കഴിയും. ഏറ്റവും കൂടുതൽ പിടിച്ചടക്കിയത്, ഫലസ്തീനിനെ പിടിച്ചടക്കാൻ പരിശ്രമം നടത്തി അക്രമങ്ങളും യുദ്ധങ്ങളും പൊട്ടി പുറപ്പെടുവിച്ചത് ഇസ്രായേൽ തന്നെയാണ്. അതിലാർക്കും സംശയമില്ല.
പിന്നെ ആരെയാണ് ന്യായീകരിക്കുക സഹോദരങ്ങളെ? ഇപ്പോ അമേരിക്കയുടെ സഹായം ഇസ്രയേൽ തേടിയിരിക്കുകയാണ്. അമേരിക്ക തന്റെ വിമാനങ്ങൾ, കപ്പലുകൾ മുഴുവനും ആ ഇസ്രയേലിനെ സഹായിക്കാൻ വേണ്ടി, ഫലസ്തീനെ തകർക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഒഫീഷ്യലായി 48 മണിക്കൂറിന്റെ ഉള്ളിൽ ഞങ്ങൾ തുടച്ചു മാറ്റും എന്നാണ്. ഇത്രയും വലിയ വികാരം, ഇത്രയും വലിയ ശത്രുത അവിടെ മനസ്സിലേക്ക് വന്നു. ആളുകൾ ലോകത്തിന്റെ മുമ്പിൽ അവിടെ ടെക്നോളജി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് വിജയിക്കണമെങ്കിൽ ഫലസ്തീനെ ഇല്ലാതാക്കാം. പക്ഷെ ലക്ഷക്കണക്കിന് ആളുകളെ ഒരു കാരണം വെച്ചാലും കൊന്നൊടുക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ലോകരാജ്യങ്ങൾ അനങ്ങാതിരിക്കില്ല. പല വിഷയങ്ങളും അതിനകത്ത് നേരിടേണ്ടി വരും. ഒരു വ്യക്തമായ ചർച്ചയിലൂടെ മാത്രമേ ഇനി ഈ വിഷയത്തെ പരിഹരിക്കപ്പെടാൻ കഴിയൂ. ഐക്യരാഷ്ട്രസഭ ചായ കുടിച്ച് ഒരു ബിസ്ക്കറ്റ് കഴിച്ച് പിരിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഐക്യരാഷ്ട്രസഭയുടേതായ പോക്കുകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് നമുക്ക് പറയാൻ കഴിയില്ല, ഒരുപാട് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ലൈവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ വോയിസ് ഓഫ് സജീർ മന്നാനി എന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് സംസാരിക്കുമ്പോഴും ഇതിൻ്റെ ഒരു തമ്പുനെ ഇസ്രയേലിൻ്റെ ചിത്രമോ അതല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരോ ഇസ്രയേലിനെതിരോ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് ഈ പ്രഭാഷണത്തിൽ പോലും വെച്ചിരിക്കുന്നത് എങ്കിൽ അവർ നമ്മുടെ ചാനൽ പോലും ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് കളയുന്ന ഒരവസ്ഥയാണ്. അത്രയും വലിയ സൂക്ഷ്മതയോടുകൂടി വേണം ഏത് കാര്യവും നാം കൈകാര്യം ചെയ്യാൻ. ചിന്തിച്ചു നോക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്. നമ്മൾ ഒരു ചിത്രം കാണുമ്പോൾ അത് അമേരിക്കയുടെ ഇസ്രയേലിനെ എതിരാണ് നാം സംസാരിക്കുന്നത് എന്നറിഞ്ഞാൽ നമ്മുടെ ചാനൽ പോലും അവർ റിപ്പോർട്ട് അടിച്ച് കളയും. അത്രയും വലിയ ശക്തമായ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ ഈ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടുന്ന ഫലസ്തീനിന്റെ മക്കൾക്ക് അല്ലാഹുവേ നീ ഈമാൻ കൊണ്ട് ശക്തി പകരണേ. പടച്ചവനെ നീ ശക്തി പകരണേ എന്ന് ദുആ ചെയ്യണം. 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യണം. അല്ലാഹുവേ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് അല്ലാഹുവേ നീ ശക്തി പകരണേ. അവർക്ക് നീ മാനസികമായ ധൈര്യം നീ നൽകണേ. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ കടമയാണ്. നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു തആല പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ ഒന്ന് ചുരുക്കി പറയുകയാണ്. ദുആയിലേക്ക് പോകണം. സമയം ചുരുക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ വിഷയം ഞാൻ തമ്പുരാൻ വെച്ചിരിക്കുന്നതിനെ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളുടെ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ, പല കുട്ടികളും എക്സാമുമായി ബന്ധപ്പെട്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന മറ്റു പല വിദ്യാർത്ഥികളും പല എക്സാമുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് ഒരു ചെറിയ ഒരു മെഡിസിനാണ് പറഞ്ഞിരുന്നത്. ഇൻഷാ അല്ലാഹ് പഠിച്ചത് ബുദ്ധിയിലൊന്ന് ഉയർന്നു വരാനും എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് പരീക്ഷാ റിസൾട്ട് നല്ല രീതിയിൽ വരണമെങ്കിൽ നല്ല നിലയിലൊന്ന് എഴുതണം. അല്ലാഹു അതിനുള്ള നല്ല മാനസികമായ അന്തരീക്ഷവും പഠിച്ചത് പുറത്തേക്ക് എടുത്ത് പ്രകടിപ്പിച്ച് എഴുതാനുള്ള അവസരവും അല്ലാഹു നൽകും. ചെയ്യേണ്ട ഒരൊറ്റ ചെറിയ കാര്യമാണ് ഒരു സൂറത്ത് ഓതണം. ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. എക്സാമിന് വേണ്ടി പോകുന്നതിൻ്റെ അന്ന് ഇൻഷാ അല്ലാഹ് രാവിലെ എന്ത് ചെയ്യുക? രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ച് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചു, ദുആ ചെയ്ത് സൂറത്തുൽ വാഖിയ ഓതി, റഹ്മാൻ ഓതി, ഫാത്തിഹ, സൂറത്തുൽ വാഖിയ, റഹ്മാനൊക്കെ ഓതിയിട്ട് ചെയ്യണം. എന്താണ്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. വീട്ടിൽ നിന്ന് പുറത്തേക്ക് എക്സാമിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഓതണം. ഈ വലത് കൈ എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. എക്സാമിന് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരികയാണ്. വീട്ടിൽ നിന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഈ വലത് കൈ എടുത്ത് ഇടതുഭാഗത്തേക്ക് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഓതണം. എന്താണ് ഓതേണ്ടത്? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, فإذا فرغت
فرغت فانصب وإلى ربك فارغب. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നശ്റഹ് നിങ്ങൾ പാരായണം ചെയ്യണേ. അലം നശ്റഹ് ലക സദ്റക, ഓ നബിയെ അങ്ങയുടെ നെഞ്ചിനെ നാം വിശാലമാക്കി തന്നില്ലയോ നബിയെ. ഖുർആനാണ്. അല്ലാഹു നമ്മുടെ ഹൃദയത്തിലും അല്ലാഹു വിശാലത നൽകും. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക. ഓ നബിയെ അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയില്ലയോ നബിയെ. അങ്ങേ ലോകത്തിന്റെ മുമ്പിൽ വാഴ്ത്തപ്പെട്ടില്ലയോ യാ റസൂലല്ലാഹ്. ഈ ഖുർആനിന്റെ ആയത്തിൽ ഹബീബായ മുത്തിനെ വാഴ്ത്തിയതിനെ കുറിച്ചാണ് പറയുക. അല്ലാഹുവിന്റെ റസൂലിനെ വാഴ്ത്തിയതിനെ കുറിച്ച് ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് നാമും പറയാൻ ശ്രമിക്കണം. നമ്മെയും അല്ലാഹു ഉയർത്തും സഹോദരാ സഹോദരി. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ ആയത്ത് ഇൻഷാല്ലാഹ് ഓതുക. വലത് കൈ ഇടനെഞ്ചിലേക്ക് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ. ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ശേഷം ഒരു ദുഃഖം വരും. ആദ്യം ഒരു ദുഃഖത്തിലാണ് നാം കിടക്കുന്നതെങ്കിൽ ശേഷം അല്ലാഹു സന്തോഷം നൽകി നമ്മെ സമാധാനിപ്പിക്കും. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാഹ് ഇതിന്റെ 3 പ്രാവശ്യം സൂറത്തുൻ നശ്റഹ്, എന്നിട്ട് റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. ഇൻഷാല്ലാഹ് ഇത് ഓതുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എക്സാമിന് പോകുന്ന കുട്ടികളൊക്കെ ഇൻഷാല്ലാഹ് ഇത് കഴിവിൻ്റെ പരമാവധി ഇൻഷാല്ലാഹ് ശീലമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ, ഇസ്ലാമിൻ്റെ മക്കൾക്ക് ഇസ്സത്തോടുകൂടി ഉയർച്ചകളിലേക്ക് കടന്നു വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാഹ് ദുആയിലേക്ക് പോകാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ദുആ കൊണ്ട് പലരും പല ആവശ്യങ്ങളായിട്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാ നിയത്തുകളും നിറവേറ്റാൻ വേണ്ടി ഇൻഷാല്ലാഹ് ഹലീമ എന്ന സഹോദരി മാതാവിൻ്റെ ഹലാലായ മുഴുവൻ നിയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി കൊടുക്കുമാറാകട്ടെ. 1,00,000-ഓളം സ്വലാത്തുകൾ ചൊല്ലി ദിക്റുകൾ ചൊല്ലി തീർത്ത ഷാഹുൽ അമീദ് എന്ന പിതാവിൻ്റെ ഭാര്യ റാവു എന്ന മാതാവ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ആ ചൊല്ലിയത് പരിപൂർണമായി കബൂലാക്കി അവരുടെ രോഗങ്ങൾക്ക് പ്രയാസങ്ങൾക്കൊക്കെ അല്ലാഹു പരിഹാരം നൽകട്ടെ. അല്ലാഹു എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയുടെ കബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചെടുത്ത് കബറിടം അല്ലാഹു സ്വർഗീയ ആരാമമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ അല്ലാഹു ഖബറിൽ അല്ലാഹു നിറയ്ക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റഫീഖ് എന്ന സഹോദരൻ നാഥൻ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, ഇത് നമ്മുടെ ചിറക്കൽ മീഡിയ യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ട ആത്മമിത്രം അല്ലാഹു സ്വീകരിക്കട്ടെ. അബ്ദുള്ള ഹാഫിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചാനലാണ് ചിറക്കൽ മീഡിയ യൂട്യൂബ് ചാനൽ. എറണാകുളം സ്വദേശിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കുകയും അല്ലാഹു അദ്ദേഹത്തിന് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ അല്ലാഹു ഹബീബായ മുത്ത് റസൂലിൻ്റെ പോരിശ കൊണ്ട് അല്ലാഹു നൽകട്ടെ. എത്രയും പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് ഈ മജ്ലിസിൻ്റെ പോരിശ കൊണ്ട് അദ്ദേഹത്തിന് ഒരു കുഞ്ഞിക്കാല് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇനി അനുഗ്രഹിക്കണേ റബ്ബി. ഇവിടെ ചൊല്ലിത്തിയത് ദിക്റുകൾ സ്വലാത്തിൻ്റെയൊക്കെ പോരിശ കൊണ്ട് അദ്ദേഹത്തിന് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എനിക്ക് നമ്മുടെ മജ്ലിസിന് ഒരുപാട് വിജയം അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമങ്ങളുണ്ട്. ഇതിൻ്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുള്ള ഹാഫിസാണ്. ഇന്ന് തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രവാചകർ, നവാസ് മന്നാനി അടക്കം, കുമ്മനൻ നിസാമുദ്ദീൻ അസ്ഹരി അടക്കം പല പ്രവാചകരുടെയും പ്രഭാഷണത്തിൻ്റെ പോസ്റ്ററുകൾ തയ്യാറാക്കി വിട്ടുകൊടുക്കുന്നതടക്കം പ്രിയപ്പെട്ട അബ്ദുള്ള ഹാഫിസ് എന്ന സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തെ കബൂലാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല പരിപൂർണമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അലിയാർ എന്ന സഹോദരൻ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ദുആയിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم.
لا حول ولا قوة إلا بالله العلي العظيم 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 بسم الله الرحمن الرحيم سلام قولا من رب 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 الرحيم അള്ളാഹു സ്വീകരിക്കട്ടെ. തിബ്ബു സ്വലാത്ത് ഇൻഷാല്ലാഹ് ഒരു 7 എണ്ണം ചൊല്ലാം. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തട്ടെ. നമ്മുടെ മക്കളുടെ, ഭാര്യയുടെ, കുടുംബത്തിലുള്ളവരുടെ, മാതാപിതാക്കളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. بسم الله الرحمن الرحيم اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് ഇൻഷാല്ലാഹ് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു മജ്‌ലിസിനെ പ്രചരിപ്പിക്കുന്നവർ, അതിൻ്റെ വിജയികളായി നിൽക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സലീന എന്ന മാതാവ് ചൊല്ലി തീർത്ത 1400ഓളം ദിക്റുകൾ അള്ളാഹുവെ നീ സ്വീകരിക്കണേ, തമ്പുരാനെ നീ കബൂലാക്കണേ. അല്ലാഹ് പടച്ചവനെ നീ സ്വീകരിക്ക റബ്ബേ. 1400ഓളം വരുന്ന സ്വലാത്തുകൾ ഹബീബായ മുത്ത് റസൂലിന്റെ റൗളയിലേക്ക് നീ എത്തിക്കണേ. അല്ലാഹ് പടച്ചവനെ 1200ഓളം ദിക്റുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ ചൊല്ലി അല്ലാഹുവേ ഓതി തീർത്ത യാസീൻ 3 യാസീൻ നീ കബൂലാക്കണേ. അല്ലാഹ് പടച്ചവനെ അല്ലാഹുവേ ഓതി തീർത്ത സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം ഓതി തീർത്ത മാതാവ് റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലാഹ് പടച്ചവനെ 700ഓളം ഫാത്തിഹ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 500ഓളം ലാ ഹൗല എന്ന ദിക്റുകൾ അല്ലാഹുവേ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് 500ഓളം ഓതി തീർത്ത മാതാവിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് പടച്ചവനെ ലാ ഹൗല 300ഓളം ചൊല്ലി തീർത്ത് ഇത്രയും സമയമെടുത്ത അല്ലാഹുവേ നിന്റെ ദിക്റുകൾ വിശുദ്ധ ഖുർആനുകൾ ഓതി തീർത്ത ആ മാതാവിനെ നീ സ്വീകരിക്ക റബ്ബേ. അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ പരിപൂർണമായി നീ കബൂലാക്കണേ. അല്ലാഹ് എല്ലാ മുത്ത് റസൂലിന്റെ റൗളയിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഭർത്താവിന് ദീർഘായുസ്സും ജോലിയിൽ ബറക്കത്തും കടങ്ങളിൽ നിന്ന് മോചനവും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പോകാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് അമീൻ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട മഅദനി ഉസ്താദ് വിളിക്കുന്നുണ്ട്. അൻവാർ ശേരിയുടെ മണ്ണിലേക്ക് മഅദനി ഉസ്താദ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അവിടെ ഒരു മഹനീയമായ മജ്ലിസുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട എല്ലാ പ്രഭാഷകരും ഒരുമിച്ച് കൂടുന്ന അൻവാർ ശേരിയുടെ മണ്ണിലേക്ക് മഅദനി ഉസ്താദ് നമ്മെ വിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട ഉസ്താദിന് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ ഉമ്മത്തിനെ ഇസ്സത്തോടെ നയിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പോകാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറഹീമായ നാഥ, കരുണയുള്ള റബ്ബേ, കൃപയുള്ള അല്ലാഹ്, സാധുക്കളാണ് റബ്ബേ, രോഗികളാണ് റബ്ബേ. പടച്ചവനെ, പാവങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ കറുത്തുപോയവരാണ്. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പുറത്തു മാപ്പ് നൽകണേ തമ്പുരാനെ. അല്ലാഹു പടച്ചവനെ, റാവു എന്ന മാതാവ് ചൊല്ലി തീർത്ത 1,00,000 ദിക്റുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ആ 1,00,000 വരുന്ന ദിക്റുകൾ അല്ലാഹുവേ മുത്ത് റസൂലിന്റെ റൗളയിലേക്ക് എത്തിക്കണേ അല്ലാ. അതിന്റെ പോരിശ കൊണ്ട് അവിടെ ജീവിതത്തിലെ കച്ചവട മാർഗങ്ങളിലെല്ലാം ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരാരെല്ലാം ഉണ്ടോ അവരുടെയൊക്കെ ഖബറിൽ നീ ഇതിന്റെ സന്തോഷവും പ്രകാശവും നൽകി അവരുടെ ഖബർ ആനന്ദത്തിലാക്കണേ അല്ലാ, ഐശ്വര്യത്തിലാക്കണേ തമ്പുരാനെ. എല്ലാ നിലയിലും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, അൽ അമീൻ എന്ന സഹോദരൻ ചൊല്ലി തീർത്ത സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഷരീഫ എന്ന സഹോദരി അവരെ നീ കബൂലാക്കണേ അല്ലാ. അലീമ എന്ന മാതാവിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സലീന എന്ന മാതാവ് ചൊല്ലിത്തീർത്ത ആയിരക്കണക്കിന് വരുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെല്ലാം ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എത്തിക്കണേ അല്ലാ. അതുകൊണ്ട് അല്ലാഹുവേ, അതിൻ്റെയൊക്കെ പോരിസ് കൊണ്ട് അവിടെ കടങ്ങൾ നീക്കി കൊടുക്ക റബ്ബേ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ജീവിതത്തിന് ബറക്കത്ത് കൊടുക്ക റബ്ബേ, സന്തോഷം നിറയ്ക്കണേ അല്ലാ, സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്ന് കരകയറ്റണേ തമ്പുരാനെ. വിദേശ രാജ്യത്ത് നിൽക്കുന്നവർ ഭർത്താവിന് ദീർഘായുസ്സ് നൽകി റബ്ബേ, ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, സാമ്പത്തിക സ്രോതസ്സിലൊക്കെ ബറക്കത്തും ഐശ്വര്യവും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ നീ പാഴാക്കല്ല റബ്ബേ. അല്ലാഹു പടച്ചവനെ, സിദ്ദീഖ് എന്ന സഹോദരനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ അല്ലാഹുവേ കുഴൽ കിണർ ബിസിനസ്സിൽ നീ പുരോഗതി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു പടച്ചവനെ, ബോർവെൽ എന്ന ആ ഒരു ബിസിനസ്സിൽ നീ പുരോഗതി കൊടുക്കണേ തമ്പുരാനെ. ഭാര്യയെ സ്വീകരിക്ക റബ്ബേ, മക്കൾക്ക് ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്ക റബ്ബേ, അദ്ദേഹത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്ക റബ്ബേ, സാഹചര്യങ്ങൾ സിഹറുകളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. അല്ലാഹു പടച്ചവനെ, റഫീഖ് എന്ന സഹോദരനെ സ്വീകരിക്കണേ തമ്പുരാനെ. അവിടെ മനസ്സിലുള്ള മുഴുവൻ നിയ്യത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ജീവിതം സന്തുഷ്ടിയിലും സമാധാനത്തിലുമാക്കി കൊടുക്ക റബ്ബേ. എല്ലാ അപകടങ്ങൾ, മരണങ്ങൾ, ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. തൻസിൽ എന്ന അനുജന വിദ്യാർത്ഥി, അവന്റെ സഹോദരിക്ക് നീ ദീർഘായുസ് കൊടുക്ക റബ്ബേ, നല്ല ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കൾക്ക് ഇസ്സത്തുള്ള ജീവിതം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അപകടങ്ങൾ, ദുരന്തങ്ങളെ തൊട്ട് മക്കളെ നീ കാക്ക റബ്ബേ. സിദ്ദീഖ് എന്ന സഹോദരൻ, അവരുടെ ഭാര്യ, അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉമ്മ, എല്ലാരെയും സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, നീ ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചവനെ, എല്ലാ നിലയിലും ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ അവരെ ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, മറിയമെന്ന സഹോദരിയുടെ മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഉമ്മയും ഖബറിലാണ്, ഖബർ നീ ആനന്ദത്തിലാക്കണേ റബ്ബേ. അവർ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ കാരണം പരീക്ഷിക്കല്ലേ അല്ലാ, പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ മക്കൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ ആ ദുആയുടെ പ്രതിഫലം ആമീൻ കണ്ട് ഖബറിൽ കിടന്നവർ സന്തോഷിക്കുന്ന സുന്ദര നിമിഷങ്ങൾ ഖബറിൽ നീ സമ്മാനിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹലീമ എന്ന മാതാവിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവർക്ക് വേണ്ടി ജീവിക്കുന്ന റബ്ബേ, അവരനുസരിക്കുന്ന, അവരാഗ്രഹിക്കുന്നത് പോലെ വളർന്നു വരുന്ന മക്കളാക്കി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, സിദ്ദീഖ് എന്ന സഹോദരന്റെ റംല എന്ന സഹോദരി, അല്ലാഹുവയുടെ ഭർത്താവിന്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മക്കളുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ, ജീവിതത്തിൽ സമാധാനം കൊടുക്കല്ലാ, സന്തോഷം നിറയ്ക്കണേ തമ്പുരാനെ, ഐശ്വര്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ,
സക്കീനത്ത് അലി എന്ന മാതാവിനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, എല്ലാ ദിവസവും കടന്നു വരുന്ന സഹോദരിമാരാണ്, മുഴുവൻ ആളുകളെയും കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ ഭർത്താവിന് ദീർഘായുസ് കൊടുക്ക് റബ്ബേ, ജോലിയിൽ എളുപ്പം കൊടുക്ക് റബ്ബേ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, കച്ചവട മാർഗങ്ങളിൽ നീ വിശാലതയും സന്തോഷവും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ദുനിയാവിന്റെ തടസ്സങ്ങൾ പ്രശ്നങ്ങളെ തൊട്ടു കാക്കണേ അല്ലാ. കഷ്ടനഷ്ടങ്ങളെ തൊട്ടു നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ എല്ലാവിധ നഷ്ടങ്ങളിൽ നിന്നും നീ കരകയറ്റണേ അല്ലാ. മക്കൾക്ക് ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നല്ല ഇണകളെ നൽകി റബ്ബേ. വിദേശ രാജ്യത്ത് നിൽക്കുന്ന മകന് നീ ദീർഘായുസ്സു നൽകി റബ്ബേ. അപകട മരണങ്ങളെ തൊട്ടു കാക്കണേ അല്ലാ. പഠിക്കുന്ന മകന് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ തമ്പുരാനെ. അല്ലാഹുവിനെ ചൊല്ലിത്തീർത്ത ദിക്റുകൾ സ്വലാത്തിന്റെ ഒക്കെ പോരിച്ചു കൊണ്ട് നീ ആ കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്ക് റബ്ബേ. ആ കുടുംബത്തിന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ആരെല്ലാം ഉണ്ടോ തലമുറകൾക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ലേ റബ്ബേ. അലിയാരി റംല എന്ന ദമ്പതികളെ നീ സ്വീകരിക്ക് റബ്ബേ. അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്ക് റബ്ബേ. ശരീരത്തിന് ആഫിയത്ത് കൊടുക്കല്ല. അവരുടെ ശരീരത്ത് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും നീ കാക്കണേ റബ്ബേ. അല്ലാഹു, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ വൈറസുകളിൽ നിന്ന് അവരെ നീ കാക്കണേ റബ്ബേ. അവരുടെ ജീവിതങ്ങൾ ബറക്കത്തിലാക്ക് റബ്ബേ. അല്ലാഹു, ജനങ്ങളുടെ മുമ്പിൽ ഇസ്സത്തുള്ള ജീവിതം നയിക്കാൻ അവർക്ക് ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അവരുടെ ഈ മാതാപിതാക്കളൊക്കെ കബറിലാണ്, കബർ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് അവരുടെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു, മജ്ലിസിനെ സ്നേഹിക്കുന്നവരുണ്ട്. ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന അബ്ദുല്ലാ ഹാഫിസ് എന്ന എറണാകുളത്തുള്ള സഹോദരൻ റബ്ബേ, അദ്ദേഹത്തിന് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ എത്രയും പെട്ടെന്ന് നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വേദന മാറ്റിക്കൊടുക്ക റബ്ബേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. എത്രയും പെട്ടെന്ന് സന്തോഷത്തിന്റെ വാർത്തകൾ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, 1 ലക്ഷത്തോളം ദിക്ർ ചൊല്ലി തീർത്ത റാവു എന്ന മാതാവ് റബ്ബേ, അവരുടെ മനസ്സിനെയൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. കുടുംബത്തെ എല്ലാം നീ കബൂലാക്ക് റബ്ബേ. സലീന എന്ന മാതാവിനെ അവിടെ എന്തൊക്കെ നിയത്തുകൾ അതിനകത്തുണ്ടോ മുഴുവനും നീ കബൂലാക്കി കൊടുക്കണേ അല്ലാ. അൽ അമീൻ എന്ന സഹോദരൻ സ്വീകരിക്കണേ റബ്ബേ. നീ ദീർഘായുസ് നൽകണേ അല്ലാ. മദീനയിലെത്താൻ ആ സഹോദരൻ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ. മുജീബ് റഹ്മാൻ എന്ന അല്ലാഹുവേ മലപ്പുറത്തുള്ള സഹോദരൻ ദീർഘായുസ് നൽകി റബ്ബേ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബർ നീ സ്വർഗത്തിലാക്കി സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. പടച്ചവനെ, അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന മാതാവിന് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അല്ലാഹു, പടച്ചവനെ, വിനീതൻ അല്ലാഹു, വിനീതന്റെ ഭാര്യ, മകൻ അല്ലാഹു, മാതാപിതാക്കൾ, ഭാര്യയുടെ കുടുംബക്കാരെല്ലാരെയും സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാവർക്കും ദീർഘായുസ് നൽകി റബ്ബേ. ആഫിയത്ത് നൽകി റബ്ബേ. ആരോഗ്യം നിലനിർത്തണേ അല്ലാ. ഒരു അപകടവും ദുരന്തവും തന്ന് ഞങ്ങൾ ആരുടെയും കണ്ണ് നിറയുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, പടച്ച തമ്പുരാനെ, വിനീതന്റെ സഹോദരി സജ്ജന എന്ന സഹോദരി അല്ലാഹുവേ, വിനീതന്റെ സഹോദരി നീ അല്ലാഹു, പടച്ചവനെ, എല്ലാ നിലയിലും ഖൈറിലാക്കണേ അല്ലാ. പടച്ചവനെ, സജ്ജന എന്ന പൊന്നുമകൾക്ക് ദീർഘായുസ് നൽകി റബ്ബേ. അല്ലാഹുവേ, സജന ഹഷിഫരി ദമ്പതികളുടെ പുന്നാരമകൾ അല്ലാഹുവേ, ഇനായ ഫാത്തിമ എന്ന പൊന്നുമകൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, അൽന ഫാത്തിമ എന്ന പൊന്നുമകൾക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആ കുടുംബത്തിലെല്ലാം നീ നിന്റെ ഐശ്വര്യം ചൊരിയണേ റബ്ബേ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകി റബ്ബേ. മരിക്കുന്നത് വരെ ഒരു രോഗത്തിനും അഡിറ്റാക്കല്ലേ അല്ലാ. പടച്ചവനെ, കിടന്ന കിടപ്പിന് മലമൂത്ര വിസർജനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ശരീരത്തിന് നീ പരീക്ഷിക്കല്ലേ അല്ലാ. പരീക്ഷിക്കല്ലേ തമ്പുരാനെ. പലരും ഭവനമില്ലാതെ ദുഃഖിക്കുന്നവരുണ്ട് അല്ലാഹു. ഖൈറായ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, കടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മജ്ലിസ് നിയന്ത്രിക്കുന്നവർ, അഡ്മിൻ പാനലുകൾ അല്ലാഹുവേ, വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സഹോദരിമാരെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.
അള്ളാഹു നമ്മുടെ ദുആ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു ജമീഅൽ അംബിയാഇൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്ന നമ്മയൊക്കെ അള്ളാഹു പരിപൂർണമായി ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ദുആയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കുടുംബത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കമൻറ്റിലൂടെയൊക്കെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു താല നമ്മുടെ മജ്ലിസിൻ്റെ വിജയത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കുടുംബത്തിൽ ഐശ്വര്യം നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഒരു ഉന്നത വിജയങ്ങളിലേക്ക് ചെന്നെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ കഴിയും. എനിക്ക് അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ലക്ഷ്യവും. മജ്ലിസ് കൊണ്ട് ആർക്കെങ്കിലും ഇൽമു പറഞ്ഞു കൊടുക്കുക, അറിയുന്ന ഇൽമ പറഞ്ഞു കൊടുക്കുക, അതിലൂടെ ഒരുപാട് ദുആ വസിയത്തുകൾ ചെയ്യുക. കഴിയുമെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അള്ളാഹു താല നമ്മുടെ നിയത്തുകൾ നന്നാക്കി തരട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ എന്ന ദുആയോടുകൂടി നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് എനിക്കും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളെയൊക്കെ ഇൻഷാ അല്ലാഹ് എൻ്റെ വ്യക്തിപരമായ ദുആയിലും ഉൾപ്പെടുത്താം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.